ഹായ് ഫ്രണ്ട്സ്, റോസാന റോസി സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റും അതുപോലെ സ്ട്രീമിങ്ങും ഒക്കെ ചെയ്ത് ആ കാരണത്തിലൊക്കെ ഫേമസ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് റോസാന റോസി. ഇപ്പോഴാണെങ്കിൽ സ്വന്തം നാടിനെ കുറിച്ച് ബാഡായി പറഞ്ഞുകൊണ്ട് നാട്ടുകാരെയും സ്ഥലത്തെയും NRIക്കാരെയും അങ്ങനെ ഫുഡ് കിട്ടുന്ന സ്പോട്ടുകളെല്ലാം ബാഡായി പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് കത്തി ജപിച്ച് നിൽക്കുന്ന ഒരാളാണ്. എയറിലായിപ്പോയ ഒരു പേഴ്സണാണ് കേട്ടോ. സിനിമാറ്റിക് എന്ന ചാനലിൽ കൊടുത്ത ഒരു ഇൻ്റർവ്യൂവിലാണ് വൻ വിവാദമായിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ വന്നത്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. അതിനു മുന്നേ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽബട്ടനും കൂടി അമർത്തിക്കോ, കമൻറ്റും കൂടി ഇട്ടോളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ റോസാന റോസി സ്വന്തം നാടിനെ കുറിച്ച് എന്താണ് പറഞ്ഞതെന്ന് നമുക്ക് നോക്കി നോക്കാം. ബാഡായിട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ സിനിമാറ്റിക് എന്ന ചാനലിൽ ഒരു ഇൻ്റർവ്യൂവിന് ചെന്ന് നിൽക്കുമ്പോൾ ചോദിച്ചു, എവിടെ നിന്നാണ് നിങ്ങളുടെ തിരുവല്ലയിൽ എവിടെ നിന്നിട്ടാണ് നിങ്ങൾക്ക് നല്ല ഫുഡ് ലഭിക്കുന്നത്, ആ സ്പോട്ട് ഒന്ന് പറയാമോ എന്ന് പറഞ്ഞപ്പോൾ റോസാന റോസിയുടെ വോയിസ് നിങ്ങളൊന്ന് കേട്ട് നോക്കണം. സ്വന്തം നാടിനെ കുറിച്ച് പറഞ്ഞത് കേട്ടോ. തിരുവല്ലയിൽ ഒരു ദിവസം വരുവാണെങ്കിൽ ഞങ്ങൾ തിരുവല്ലയിൽ നിങ്ങൾ ഇതാണ് കഴിക്കേണ്ടത്. എന്റെ പൊന്നളി, അവിടെ അങ്ങ് ഒരു കിഴക്കേ ഇല്ല, അങ്ങോട്ടൊന്നും വരരുത്. ഒരു പട്ടിക്കട തിന്നാനെങ്കിൽ ഒരു നല്ല കട പോലും ഇല്ല. അവിടെ എന്ന് പറയുമ്പോ മൊത്തം NRIs ക്രൗഡഡ് ആയിട്ടുള്ള സ്ഥലമാണ്. അവർക്ക് ഈ ഫണ്ട് കൂടുതലായിട്ടുള്ള എന്ത് കൊള്ളാത്ത സാധനം കൊടുത്ത് ഇവരങ്ങ് തിന്നും. ഒരു ക്വാളിറ്റി ഉണ്ട്, പക്ഷെ ഒരു രുചികരമായ ഭക്ഷണം എന്ന് പറയാൻ ടു ബി ഓണസ്റ്റ് തിരുവല്ലയിൽ ഒരു അൽറാസി എന്ന് പറഞ്ഞൊരു മന്തിക്കടയുണ്ട്. പ്രൊമോഷൻ അല്ല, ഞാൻ സീരിയസ് ആയിട്ട് പറയാം. ഇത്രയൊക്കെ പറഞ്ഞു വെച്ചാൽ ആ നാട്ടുകാർ വെറുതെ ഇരിക്കുമോ? നാട്ടുകാരെ കുറ്റം പറഞ്ഞു, സ്ഥലത്തെ കുറ്റം പറഞ്ഞു, തിരുവല്ല എന്ന് പറഞ്ഞ സ്ഥലത്തെ കുറ്റം പറഞ്ഞു. നമ്മളൊക്കെ വിചാരിച്ചെങ്കിൽ തിരുവല്ല എന്ന നല്ലൊരു സ്ഥലം എന്നാണ് അല്ലേ? അപ്പോൾ ഈ സ്ത്രീ ഇങ്ങനെ പറയുമ്പോൾ നമ്മളൊക്കെ ബാഡായി ചിത്രീകരിക്കും എല്ലാവരും. അപ്പോൾ അത് തിരുവല്ലക്കാർക്ക് സഹിക്കോ? ഇല്ല. ഇനി അവിടുത്തെ NRIക്കാരെ കുറ്റം പറഞ്ഞു. ഫണ്ട് കുറേ ഉണ്ട്, പക്ഷേ എന്താണ്, രുചികരമായ ഭക്ഷണം കഴിക്കുന്നില്ല, എന്തൊക്കെയോ വാരി വെച്ച് വിഴുങ്ങുന്നു എന്ന് പറയുന്നു. ഫുഡ് കിട്ടുന്ന സ്ഥലത്തെ കുറ്റം പറഞ്ഞു, ഒറ്റ സ്പോട്ടും ഇല്ല എന്ന് പറഞ്ഞു അല്ലേ? എല്ലായിടത്തും നല്ല ഫുഡ് കിട്ടുന്ന സ്ഥലങ്ങൾ ഉണ്ട്. അത് ചിലയിടത്ത് ചില സാധനങ്ങൾക്കായിരിക്കും കൂടുതൽ ഹിറ്റായിരിക്കും, ചിലയിടത്ത് ചില സാധനങ്ങൾക്ക്. നമ്മുടെ എല്ലാവരുടെ സ്ഥലത്തും ഉണ്ട് അല്ലേ നല്ല നല്ല ഫുഡ് കിട്ടുന്ന ചില സ്പേസുകളൊക്കെ ഉണ്ട്. നമ്മൾ അവിടെയൊക്കെ പോയി ഫുഡ് കഴിക്കുന്നുണ്ട്. അപ്പോൾ ഈ മുപ്പരാളത്തിൻ്റെ വിചാരം കൊച്ചിയിൽ മാത്രമേ നല്ല ഫുഡ് കിട്ടൂ എന്നുള്ളതാണ്. അത് കൊച്ചിയിലേക്കാളും എത്രയോ നല്ല പ്യുവർ വാട്ടറിൽ ഉണ്ടാക്കിയ ഫുഡായിരിക്കും ഈ തിരുവല്ലയിൽ കിട്ടുന്നത്. കൊച്ചിയിൽ കിട്ടുന്ന വാട്ടർ എന്താണ്, എല്ലാം ജനസമുദ്രമാണ് അവിടെ ഉള്ളത് അല്ലേ? അപ്പോൾ അത്രയും ജനങ്ങൾ പെരുമാറുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ ഫ്രഷ് വാട്ടർ കിട്ടുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെയുള്ള സ്ഥലത്തെ ഫുഡിനാണ് ഭയങ്കര ടേസ്റ്റ്. തിരുവല്ലയിൽ ഒരു എന്തില്ല മണ്ണാപ്പും ഇല്ല എന്നാണ് പറയുന്നത് കേട്ടോ. ഇതിനെതിരെ എല്ലാവരും ഇവിടെ പ്രതികരിക്കാൻ തുടങ്ങി. ആരെങ്കിലും വെറുതെ ഇരിക്കുമോ? എല്ലാവരും പ്രതികരിക്കാൻ തുടങ്ങി. അപ്പം പിന്നെ അവിടുത്തെ നാട്ടുകാരൻ വരുന്നു, അവിടുത്തെ ജോലി ചെയ്യുന്ന ആൾ, അതായത് വേറെ സ്ഥലത്തു നിന്ന് പോയി അവിടെ ജോലി ചെയ്യുന്ന ആൾക്കാർ, ഇവരൊക്കെ പ്രതികരിക്കാൻ തുടങ്ങി. കമൻറ്റ് ബോക്സ് നിറയാൻ തുടങ്ങി, കത്തി ചിരിച്ചു തുടങ്ങി, വിവാദങ്ങളായി തുടങ്ങി. അങ്ങനെ ഒരാൾ തന്തയ്ക്കും തള്ളയ്ക്കും വിളിച്ചു. അതാണ് മൂപ്പരാൾക്ക് ശരിക്കും കുറുക്കിക്കൊണ്ടത്. അപ്പം അതിനെതിരെ ആരാണ് ഈ റോസാന റോസി തിരിച്ചു വന്ന് അയാളെ ചീത്ത പറയുന്നതും അയാൾ പറയുന്നതുമായ കാര്യങ്ങൾ നമുക്കൊന്ന് കേട്ടു നോക്കാം കേട്ടോ. കുറെ സാധനങ്ങളുണ്ട് ഇവിടുത്തെ, കുറെ കീടാണുകൾ. ഇത് ഇവന്മാരെ പോലുള്ളവന്മാര് കാരണമാണ് തിരുവല്ലയ്ക്ക് ഇത്തിരി ചീത്തപ്പേരുള്ളത്. പിന്നെ തള്ളക്ക് വിളിച്ചാണ് തിരുവല്ലക്കാർ മാന്യത കാണിക്കുന്നതെങ്കിൽ നിനക്ക് തെറ്റിമോനെ. തള്ളക്ക് വിളിച്ചല്ല തിരുവല്ലക്കാർ മാന്യത കാണിക്കുന്നത്. ഇത് കണ്ടോണ്ടിരിക്കുന്ന തിരുവല്ലക്കാർ കുറെ പേര് കാണുമല്ലോ. നിങ്ങൾ പറയുന്നേ, ഇതാണ് ശരിക്കും തിരുവല്ലക്കാരുടെ സംസ്കാരം. എന്റെ പൊന്നുമോളെ, നീ എവിടുന്ന് വന്നു? ഞാൻ എന്റെ വീട്ടിൽ നിന്ന് വരുന്നു. ചേട്ടൻ എവിടുന്നാ? ഉളം പറയണ. നിന്റെ ഡാഡി എവിടാണ്? നിന്റെ ഗ്രാൻഡ് ഫാ എവിടാണ്? നിന്റെ ഗ്രാൻഡ് മ എവിടാണ്? ഇതൊക്കെ പറഞ്ഞിട്ട് അമ്മാവൻ എന്നാത്തിനാ? അമ്മാവൻ അവരുടെ അടുത്ത് ജാതകം നോക്കാൻ പോകുകയാണ്. തിരുവല്ലയിൽ നിന്ന് നമ്മുടെ ഈ ലോകത്തിലേക്ക് സംഭാവന ചെയ്തിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. ഇതൊക്കെ ഞാൻ ചോദിച്ചോ? ഇതൊന്നും ഞാൻ ചോദിച്ചില്ലല്ലേ. എന്തുകൊണ്ടാണ് ഓരോ ദിവസം തിരുവല്ലയിലെ ഈ ഹോട്ടൽസ്, റെസ്റ്റോറന്റുകൾ, ഈവൻ തട്ടുകട വരെ വളർന്നു പോകുന്നത്? ഓരോ ദിവസമോ? 36 വർഷം പഴക്കമുള്ള നല്ല ഹോട്ടലാണ്. നോക്കറിയില്ല, മോടെ അപ്പൂപ്പനോടൊന്ന് ചോദിച്ചാൽ മനസ്സിലാവും. എനിക്ക് ബോധമുണ്ടോ 36 വർഷം പഴക്കമുള്ള ഹോട്ടലുണ്ടെന്ന്? 36 വർഷം പഴക്കമുള്ള ഹോട്ടൽ എന്റെ അപ്പൂപ്പൻ എങ്ങനെ അറിയുന്നേ? അതിന്റെ അച്ഛനല്ലേ അറിയൂ. വിവരം എന്ന് പറഞ്ഞ സാമാനം ഉണ്ടോ? അൽറാസിയിലെ മന്തി കൊള്ളാം. മന്തിയല്ല, ചന്തിയും കൂടെ കൊള്ളാം. അൽറാസിയിലെ മന്തി കൊള്ളാമെന്നുള്ളത് തിരുവല്ല, എനിക്ക് പത്തനംതിട്ട ഭാഗത്തുള്ള എല്ലാവർക്കും അറിയാൻ അറിയാം. ഈ ഡ്രസ്സും തിരുവല്ല ടൗണിൽ നിന്ന് മേടിച്ചു. എനിക്കറിയാം, ചാലക്കുടി ബസാറ് 133 50 പൈസ കിട്ടുന്ന ഉടുപ്പല്ല നീട്ടിരിക്കുന്നത്. എനിക്കറിയാം. ഡ്രസ്സ് ഞാൻ തിരുവല്ലയെന്നല്ല, ഞാൻ കോഴിക്കോട് നിന്നാണ് മനുഷ്യൻ. ചേട്ടൻ തേക്കുന്ന ഡ്രസ്സ് മറ്റേ ചാലക്കുടി ബസാറിന്റെ ഓപ്പോസിറ്റ് ഞായറാഴ്ചകളിൽ 50 രൂപയ്ക്ക് വിൽക്കുന്നതല്ലേ? എനിക്കറിയാം, അതിനുള്ള ക്വാളിറ്റിയെ കാണുന്നുള്ളൂ. സമയമില്ല, ഞങ്ങൾ പോവാ. ഷൂട്ടിനിടയിലാണ് പറഞ്ഞത്, ബാക്കി പിന്നെ പറയാം. ഈ ഷൂട്ടിനിടയിൽ അവൻ മഹാനടനാണല്ലോ. കേട്ടല്ലോ, ഇത്രയൊക്കെ നാട്ടുകാരെ നാറ്റിച്ചിട്ടും വീണ്ടും അവരുടെ റീപ്ലേസ് എടുത്തുകൊണ്ട് വീണ്ടും അവരെ ഒന്നുകൂടി ചൊടിപ്പിക്കുന്നു. ഇതിനെതിരെ ഒരുപാട്, ഇത് ഒരു വോയിസ് മാത്രമല്ല കേട്ടോ, ഒരുപാട് വോയിസും ഒരുപാട് കമൻറ്റ് തെറിവിളിയും ഒക്കെ
ഒക്കെ എല്ലാം കൂടി വന്നിട്ടുണ്ട്. പക്ഷെ തന്തയ്ക്കും തള്ളയ്ക്കും വിളിച്ചതാണ് ഈ മൂപ്പരാൾക്ക് ഭയങ്കരമായിട്ട് കത്തിക്കേറിയത്. ബാക്കി എല്ലാ മൂപ്പരാൾ തള്ളി വിട്ടേക്കാണ്, ഒരു കുഴപ്പമില്ല എന്നുള്ളത്. പക്ഷെ വീഡിയോ ആയിട്ട് മൂപ്പരാൾ ചെയ്തത് ഈ തന്തയ്ക്കും തള്ളയ്ക്കും വിളിച്ച ഇയാളുടെ വോയിസ് എടുത്തുകൊണ്ടാണ് ഈ പെൺകുട്ടി വീഡിയോ ആയിട്ട് ചെയ്തിരിക്കുന്നത്. ഇനിയെങ്കിലും സംസാരിക്കുമ്പോൾ നല്ല രീതിയിൽ സംസാരിക്കാൻ നോക്കുക. അതായത് മറ്റുള്ള സ്ഥലങ്ങളെ, സ്പോട്ടുകളെ, അതുപോലെ നമ്മൾ ജനിച്ചു വളർന്ന സ്ഥലത്ത് നന്നായി പറയണം എന്നല്ല. പക്ഷെ അവിടെ അവരെ മൊത്തം അധിക്ഷേപിക്കുകയാണ്. അവിടെ ഒട്ടും ഫുഡ് കിട്ടില്ല. പിന്നെ എന്താ, ഓരോ സ്പോട്ടിൽ തന്നെ നല്ല ഫുഡ് കിട്ടുന്ന സ്ഥലങ്ങളും നല്ല ഫുഡ് കിട്ടാത്ത സ്ഥലങ്ങളുമുണ്ട്. അവസാനമായി ഈ റോസാന റോസി പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയോ, അവിടെ തിരുവല്ലയിൽ പുട്ടും അതുപോലെ നല്ല ബീഫ് കറിയും കിട്ടുമെന്ന്, നല്ലൊരു കടയുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ പുട്ടും ബീഫ് കറി ഇല്ലാത്തതാണ് അവിടെ തീരെ ഫുഡ് കിട്ടില്ല എന്ന് പറയുന്നത്. ഒരാൾക്ക് പുട്ടും ബീഫ് കറിയാണോ ഫുൾ ഡേ ഇരുന്ന് തിന്നുന്നത്? അല്ലല്ലോ. അതിനൊക്കെ ചെറിയ ചെറിയ സ്പോട്ടുകൾ ഉണ്ടാവും. ആ സ്പോട്ടിൽ ചിലപ്പോൾ പുട്ടും ബീഫും സൂപ്പറായിരിക്കും. പക്ഷെ അതിനെതിരെ അവിടെ തിരുവല്ലത്തെ ഒരാൾ എന്നെ വന്ന് പറഞ്ഞിട്ടുണ്ട്, കൊച്ചിയിൽ 150 രൂപയ്ക്ക് നല്ല ടേസ്റ്റുള്ള ഫുഡ് കിട്ടുമെന്ന് ഈ പെൺകുട്ടി പറയുന്നുണ്ട്, റോസാന റോസി പറയുന്നുണ്ട്. അതായത് പുട്ടും ബീഫ് കറിയും. പക്ഷേ ഇയാൾ വന്ന് പറയുന്നത് തിരുവല്ലയിൽ 130 രൂപയ്ക്ക് പുട്ടും ബീഫ് കറിയും അതിൽ ഒന്നാന്തരം കിട്ടുന്ന സ്ഥലമുണ്ടെന്ന് പറയുന്നു. അപ്പോൾ അതിനെതിരെ ഈ മൂപ്പരാൾ വന്ന് പറയുന്നത്, ഇനി തിരുവല്ലയിലെ എല്ലാ ഹോട്ടൽസും എല്ലാ റെസ്റ്റോറൻറ്റും നിങ്ങൾ നോക്കിയിരുന്നോ, ഞാൻ ഫുഡ് വ്ളോഗ് ചെയ്യാൻ പോവുകയാണ്, നിങ്ങളുടെ ഓരോരുത്തരുടെയും ഫുഡ് എടുത്ത് വലിച്ച് കീറി ഒട്ടിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ റോസാന റോസി നിർത്തുന്നത്. പക്ഷേ തിരുവല്ലയിൽ ഫുഡ് വ്ളോഗ് ചെയ്യാൻ വേണ്ടി ഞങ്ങളുടെ കടത്തു അവർ എല്ലാവരും കണ്ട് രോക്ഷാകുലരായിട്ടാണ് ഇരിക്കുന്നത്. ഫുഡ് വ്ളോഗ് ചെയ്യാൻ വേണ്ടി തിരുവല്ലയിലേക്ക് ചെല്ലേണ്ട താമസം, ഇറങ്ങേണ്ട താമസം, അടി കെട്ടി പോരേണ്ട ഒരു റോസാന റോസിക്ക്. ഫുഡ് വ്ളോഗ് വേറെ എവിടെയെങ്കിലും തുടങ്ങിക്കോ, അല്ലാതെ ഇനി തിരുവല്ലയ്ക്ക് കാലെടുത്ത് വെക്കാൻ നിൽക്കണ്ട. ഓക്കെ, താങ്ക് യു.